അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ തങ്ങൾ പറഞ്ഞ 5 വിശിഷ്ട ഗുണങ്ങളാണ് ഈ പറയുന്നത്. മഹാനവറുകൾ പറയുകയാണ്, ഖംസു ഖിസാലിം ഫിൽ അത്ഫാലി, ചെറിയ ചെറിയ മക്കളിൽ കണ്ടുവരുന്ന ഈ 5 വിശിഷ്ട സ്വഭാവ ഗുണങ്ങൾ. ലൗകാനത്ത് ഫിൽ കിബാരി മഅ റബ്ബിഹിം, വലിയ മനുഷ്യർക്ക് അല്ലെങ്കിൽ വലിയ ജനങ്ങൾക്ക്, വലിയവർക്ക് അവരുടെ റബ്ബിനോട് അതുണ്ടാവുമായിരുന്നുവെങ്കിൽ ലക്കാനു ഔലിയാ, അവർ ഔലിയാക്കളെപ്പോലെ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുമായിരുന്നു. അതിൽ ഒന്നാമത്തെ വിഷയം ലാ യഹ്തമ്മൂന ബിർറിസ്ഖി, ഭക്ഷണത്തിന് വേണ്ടി അവർ വലിയ ഒരു ശ്രദ്ധ കാണിക്കൂല എന്നുള്ളതാണ്. ഭക്ഷണം കിട്ടണം എന്നതിൻ്റെ പേരിൽ അതിനു വേണ്ടി അവർ വലിയ ആക്രാന്തം കാണിക്കുകയോ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുകയോ ചെയ്യുകയില്ല. ഇതൊരു മക്കളിലുള്ളൊരു നാം എല്ലാവരും കണ്ടുവരുന്ന സ്വഭാവമാണ്. കാരണം അവർക്ക് സമയാസമയം ഭക്ഷണം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവർക്കൊരുപോലെയാണ്. അതേപോലെ രണ്ടാമത്തെ വിഷയം ലാ യഷ്കൂന മിൻ ഖാലിഖിഹിം ഇദാ മരിളു, മക്കൾ അവർക്ക് വല്ല രോഗവും സംഭവിച്ചാൽ അവർ അവരുടെ റബ്ബിനോട് പരാതിപ്പെടുകയില്ല. രോഗമുണ്ടായതിൻ്റെ പേരിൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ പേരിൽ അവർ പൊരുതിപ്പെടുകയോ അല്ലെങ്കിൽ പ്രയാസപ്പെടുകയോ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയോ ചെയ്യുകയില്ല. അവരായി അവരെ പാടായി എന്ന നിലക്ക് അവരുടെ കളി വിനോദങ്ങളിലായി അവർ കഴിഞ്ഞുകൂടും. മൂന്നാമത്തെ വിഷയം യഅ്കുലൂന ത്വആമ മുജ്തമിഈൻ, മക്കൾ അവർ കൂട്ടത്തോടു കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. അല്ലേ, നാം സാധാരണ കാണുന്ന വിഷയമാണ്. ഒരു വീട്ടിൽ 3-4 മക്കളുണ്ടായാൽ അവർ ഭക്ഷണം കഴിക്കുന്നത് ഒന്നിച്ചിട്ടാണ്. ഒറ്റൊറ്റയ്ക്ക് അവർ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം വാങ്ങി കൂട്ടത്തോടു കൂടി വട്ടമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാറാണ് മക്കളുടെ പതിവ്. നാലാമത്തെ സ്വഭാവ ഗുണം ഇദാ ഖാഫു ജറത്തു ഉയൂനുഹും ബിദ്ദുമൂഇ, അവർക്ക് വല്ല പേടിയും സംഭവിച്ചാൽ, അവർ പേടിച്ചു പോയാൽ അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകും, വെള്ളം അവർ ഒലിപ്പിക്കും. പേടി ഉണ്ടായാൽ അവർക്ക് പേടിച്ച് കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകും എന്നുള്ളതാണ്. അഞ്ചാമത്തത് ഇദാ തഖാസ്വമു സാറഉ ഇല സുൽഹി, മക്കൾ പരസ്പരം പിണങ്ങിപ്പോയാൽ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുമ്പോൾ പിണങ്ങിപ്പോയാൽ പിന്നെ പെട്ടെന്നായി ഒട്ടും ഒഴുകാതെ എന്താക്കും, അവർ നന്നാകും, അവർ സുൽഹാകും. എന്നിട്ട് പിന്നെയും അവർ ഒന്നിച്ച് കളിക്കാനും ചിരിക്കാനും തുടങ്ങും. ഈ 5 സ്വഭാവ ഗുണങ്ങൾ, മക്കളിലുള്ള ഈ സ്വഭാവ ഗുണങ്ങൾ, ഇത് വലിയവർക്കെങ്കാലും ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് അള്ളാഹുവിനെ പേടിച്ച് കരയുക, ഭക്ഷണത്തിൻ്റെ പേരിൽ ആക്രാന്തം കാണിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ റബ്ബിനെ പേടിച്ച് കരയുക, കണ്ണീർ ഒലിപ്പിക്കുക, അതുപോലെ തന്നെ വല്ല മനുഷ്യ സഹജമായ പ്രശ്നങ്ങളെ കൊണ്ട് പരസ്പരം ഭിന്നിച്ചാൽ പെട്ടെന്ന് നന്നാവുക, സുൽഹാവുക എന്നുള്ള ഈ ഉദാത്തമായ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ മനുഷ്യർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യർക്ക് ഉണ്ടെങ്കിൽ അവൻ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അതിലൂടെ എത്തിപ്പെടാൻ സാധിക്കും. അള്ളാഹിൻ്റെ അടുത്ത് വലിയ പദവി അവനിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.